വീട് നിർമ്മാണം തുടങ്ങിക്കഴിയുമ്പോൾ പലരും തർക്കത്തിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജോയിനറി ഐറ്റംസ് എന്നുള്ളത്. അതായത് ഡോർസ്, വിൻഡോസ്. നമ്മൾ ഏത് രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഡോർസും വിൻഡോസും ചെയ്യേണ്ടത്? മുൻകാലങ്ങളിൽ കൂടുതലും തടിയായിരുന്നു. തേക്ക് ഉപയോഗിക്കാറുണ്ട്, ആഞ്ഞിലി ഉപയോഗിക്കാറുണ്ട്, പ്ലാവ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള തടികൾ ഉപയോഗിച്ച് വീട് നിർമ്മാണത്തിൽ ജോയിനറികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്റ്റീൽ വരാറുണ്ട്, WPC വരാറുണ്ട്, അലൂമിനിയം വരാറുണ്ട്, UPVC കൊണ്ട് വിൻഡോസ്, ഡോർസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല മെറ്റീരിയൽസുകൾ ഇപ്പോൾ വന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു എഗ്രിമെന്റ് വെക്കുമ്പോൾ, ഒരു വീട് വെക്കുമ്പോൾ പഴയ ആൾക്കാരൊക്കെ കൂടുതലുണ്ടെങ്കിൽ അവരും ഇപ്പോഴും തടി തന്നെ ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ വലിയ വിൻഡോകൾ കൊടുക്കണമെങ്കിൽ തടി ഉപയോഗിക്കാം, പക്ഷെങ്കിൽ അതിലും ബെറ്റർ സ്റ്റീലോ UPVC പോലെയുള്ള വലിയ വിൻഡോകൾക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ ആ കാര്യങ്ങളൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിന്റെ ഒരു 3D ചെയ്യുമ്പോഴും പലപ്പോഴും അത് അത്ര ഗൗരവമായിട്ട് പലരും എടുക്കാറില്ല. വീട് പണി തുടങ്ങി കഴിയുമ്പോൾ കൂടുതലും വെന്റിലേഷന്റെ ആവശ്യം, കുറച്ചും കൂടെ വെട്ടം കൂടുതൽ വേണം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വലിയ വിൻഡോസ് വേണമെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ബേ വിൻഡോയുടെ ഉപയോഗം, ചെറിയ വരുന്ന റിബൺ വിൻഡോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ വിൻഡോയുടെ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തും. അതുപോലെ ഡോർസിൽ നമ്മൾ സാധാരണ 1 മീറ്റർ അല്ലെ 1.1 മീറ്റർ മെയിൻ ഡോറിന് കൊടുക്കും, 1.2 കൊടുക്കാറുണ്ട്, 1.4 വരെയൊക്കെ വലിയ ഡോറുകൾ, മെയിൻ ഡോറുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ മെറ്റീരിയൽ സ്പെസിഫിക്കേഷനും കൂടെ മനസ്സിലാക്കിയായിരിക്കണം അതിന്റെ ഡിസൈൻ ചെയ്യാനായിട്ട്. അടിയിൽ വലിയ വിൻഡോകൾ ചെയ്യാൻ പരിമിതികളുണ്ട്, നല്ല തടികൾ കിട്ടാനില്ല. പലപ്പോഴും അത് ബെൻഡായി പോകാനോ അല്ലെങ്കിൽ എൻഗേജ് വരാനോ ഒക്കെയുള്ള പൊട്ടലൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റീല്, WPC, UPVC പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ നൂതനമായിട്ടുള്ള പുതിയ ഡിസൈനിലുള്ള, പുതിയ രീതിയിലുള്ള ഡോർസ്, വിൻഡോസും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടെ മനസ്സിലാക്കിയായിരിക്കണം വീടിന്റെ ഡിസൈൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് അതിൽ വരുന്ന ഗ്രില്ലുകൾ. മുൻകാലങ്ങളിൽ പട്ടാ കമ്പി എന്നുള്ള രീതിയിൽ സ്ക്വയർ പൈപ്പും അല്ലെങ്കിൽ റൗണ്ട് പൈപ്പ്, ഫ്ലാറ്റ് ഉപയോഗിച്ചൊക്കെയാണ് ഗ്രില്ലുകൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ക്വയർ റോഡുകൾ, റൗണ്ട് റോഡുകൾ, SS-ന്റെ റോഡുകൾ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് വിൻഡോസിൽ ഗ്രില്ലുകൾ കൊടുക്കാറുണ്ട്. ഇനി വലിയ UPVC വിൻഡോസ് ഒക്കെ ആണെങ്കിൽ ഗ്രില്ലുകളെ കൊടുക്കാറില്ല, ടഫൺ ഗ്ലാസുകൾ മാത്രമാണ് കൊടുക്കാറുള്ളത്. അത് സേഫ്റ്റി ഇഷ്യൂസ് വരുമെന്ന് പലരും പറയാറുണ്ടെങ്കിലും അങ്ങനെയുള്ള പ്രശ്നം ടഫൺ ഗ്ലാസുകളാണ്. പിന്നെ CCTV ക്യാമറകൾ പലരും വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അധികമായിട്ട് വന്നിട്ടില്ല. മോർ വെന്റിലേഷൻ, അതുപോലെ തന്നെ വ്യൂ, കൂടുതൽ ലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വലിയ വിൻഡോസുകൾ നമ്മളെ സഹായിക്കും.